വോട്ട് ചോരിയിൽ ഹൈഡ്രജൻ ബോംബ് വെളിപ്പെടുത്തലുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതു മുതൽ രാജ്യമാകെ ആകാംക്ഷയിലാണ്. അതെന്താണെന്ന് അറിയാനായി. വാരണാസിയിലെ വിവരങ്ങളാണോ പുറത്തുവരാൻ പോകുന്നതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഊഹിക്കാം എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. ഹൈഡ്രജൻ ബോംബ് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലാകും എന്ന വിലയിരുത്തലായിരുന്നു ഇതേ സംബന്ധിച്ച് ആദ്യം മുതലേ പുറത്തു വന്നിരുന്നത്. ഇപ്പോഴിതാ വോട്ട് കൊള്ളയിൽ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന ഹൈഡ്രജൻ ബോംബ് വാരണാസി തന്നെ എന്ന സൂചന നൽകിയാണ് കോൺഗ്രസ് ഉത്തർപ്രദേശ് ഘടകം രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഉന്നം വാരണാസി തന്നെയാണെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. വാരണാസിയിലെ വോട്ടെണ്ണലിൽ പോലും ക്രമക്കേട് നടന്നുവെന്നും നേതൃത്വം ആദ്യം മുതലേ സംശയം ഉന്നയിച്ചിരുന്നു. വ്യാഴാഴ്ചയായിരുന്നു വോട്ട് ചോരിയിൽ രാഹുലിന്റെ രണ്ടാമത്തെ വാർത്താ സമ്മേളനം നടന്നത്. കർണാടകയിലെ വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് CID ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ലെന്നും ഇന്നലെ വയനാട്ടിലെ സന്ദർശനത്തിനിടയിലും രാഹുൽ ആവർത്തിക്കുകയുണ്ടായി. കള്ളവോട്ട് നടത്താൻ ഉപയോഗിച്ച നമ്പറുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി കർണാടക CID നിരവധി തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചെങ്കിലും ജ്ഞാനേഷ് കുമാർ വിവരങ്ങൾ നൽകാൻ തയ്യാറാവുന്നില്ലെന്ന് രാഹുൽ ആരോപിക്കുകയുണ്ടായി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇതിനേക്കാൾ വലിയ കുറ്റപത്രം മറ്റൊന്നില്ല. പോലീസ് വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്നാൽ അദ്ദേഹം അത് നൽകുന്നില്ല. ഇത് എന്റെ പ്രസ്താവനയല്ല, ഇതൊരു വസ്തുതയാണെന്നും രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വാരണാസിയിലെ വോട്ടെണ്ണലിന്റെ ആദ്യ പകുതിയിൽ അജയ് റായ്ക്ക് പിന്നിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ പിന്നീട് ലീഡ് തിരിച്ചുപിടിച്ച മോദി 1.5 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് മുന്നേറുകയായിരുന്നു. വോട്ടെണ്ണലിൽ 11 മണിക്ക് ശേഷം സംഭവിച്ചത് എന്തെന്നതിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് UP ഘടകം മുന്നോട്ട് വെക്കുന്നത്. വോട്ടെണ്ണൽ വിവരങ്ങൾ ഒരു ഘട്ടത്തിൽ പുറത്തു വരാത്തതിൽ ദുരൂഹതയുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം വിവരങ്ങൾ അടങ്ങുന്നതാകും രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ് എന്നാണ് കോൺഗ്രസ് UP ഘടകം പറയുന്നത്. രാഹുലിന്റെ ടീം വിവരശേഖരണത്തിന് വാരണാസിയിൽ ക്യാമ്പ് ചെയ്തിരുന്നുവെന്നും നേതാക്കൾ സൂചന നൽകിയിട്ടുണ്ട്. എന്തായാലും ഹൈഡ്രജൻ ബോംബ് പ്രധാനമന്ത്രിയെ സംബന്ധിക്കുന്നത് തന്നെയാണ് എന്നത് ഏതാണ്ട് വ്യക്തമാണ്. എന്തായാലും ബോംബ് പൊട്ടിയാൽ എല്ലാം വെളിപ്പെടുമെന്നതും പലരെയും അത് പ്രതികൂലമായി ബാധിക്കുമെന്നതും ഉറപ്പാണ്.